അതായത് റോഡിൽ രണ്ട് തരം ലൈൻസാണ് ഉണ്ടാകും. ഒന്ന് മഞ്ഞ ലൈനും ഒന്ന് വൈറ്റ് ലൈനും. ഈ ലൈനുകൾക്കെല്ലാം പ്രത്യേകം ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഞ്ഞ ലൈനിൽ മഞ്ഞ ലൈൻ വരച്ച് ഒരു കാരണവശാലും നിങ്ങളത് ടച്ച് ചെയ്യരുത്. ആ മഞ്ഞ ലൈൻ മറികടക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. ആ മഞ്ഞ ലൈൻ എന്തിനാണോ വരച്ചിരിക്കുന്നത്, റോഡിൻ്റെ സെൻറ്ററിൽ കൂടെയാണോ വരച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളതിനെ മറികടക്കരുത്. റോഡിൻ്റെ എഡ്ജിലാണ് വരച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളതിനപ്പുറത്ത് വാഹനം പാർക്ക് ചെയ്യരുത്. ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയറും മഞ്ഞ ലൈനിൽ കയറരുത്. അപ്പം നിങ്ങൾ ചോദിക്കും, സാറേ റോഡിൻ്റെ സെൻട്രൽ മഞ്ഞ വരച്ചിട്ടുണ്ട്, അത് കടന്നല്ലേ അപ്പുറത്ത് പോകേണ്ടത്? ആ മഞ്ഞവരയുടെ ഇപ്പുറം നമ്മൾ വാഹനം നിർത്തണം. അത് എന്നോടൊരാൾ ചോദിച്ചാണ്, റോഡിൽ ക്രോസ് വരച്ചിരിക്കുന്ന മഞ്ഞ ലൈനോ? നമ്മൾ അതിൻ്റെ ഇപ്പുറം നിങ്ങൾ നിർത്തണം. നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ ആ മഞ്ഞ ലൈനിൽ കയറിയാൽ അവിടെ ഒരു ക്യാമറ ഉണ്ട്. ആ ഇമേജ് ഷൂട്ട് ചെയ്ത് 4-ാം ദിവസം നിങ്ങൾക്കൊരു മെസ്സേജ് വരും, താങ്കളുടെ വാഹനം ഈ മഞ്ഞ ലൈനിൽ കയറി നിൽക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്, ഇതിന് ഫൈൻ അടയ്ക്കണം. അതിൻ്റെ മുന്നിൽ എന്നാ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാവോ? അറിയത്തില്ല. അപ്പോൾ റോഡിലെ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത്, റോഡിൽ നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പം സീബ്ര ലൈനുണ്ട്. ഈ സീബ്ര ലൈൻ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ചിലയിടത്തും മഞ്ഞ കളറിൽ വരച്ചിരിക്കും. കൂടുതൽ വ്യക്തതയോടെ കാണാൻ വേണ്ടിയാണ് മഞ്ഞ ലൈൻ വരയ്ക്കുന്നത്. തീവ്രമായി കൂടുതൽ ആൾക്കാർ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ മഞ്ഞ ലൈൻ വരയ്ക്കും, വളരെ തിങ്ങി ജനങ്ങൾ പോകുന്നിടത്ത്. അതിൻ്റെ പുറകിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ആ ലൈനിൽ നമ്മൾ വാഹനം നിർത്തി കൊടുക്കണം. ഈ സീബ്ര ലൈൻ ആകുന്നതിന് മുമ്പേ വേറൊരു രേഖയുണ്ട് റോഡിൽ, വേറെ ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ചെറിയ വീതി കുറഞ്ഞ കുറച്ചേറെ വെള്ള ലൈൻ റോഡിന് കുറുകെ ഇട്ടിരിക്കും. ഈ വരകൾക്ക് 3 അർത്ഥമാണുള്ളത്, 3 അർത്ഥം. അങ്ങനെ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് അങ്ങനെ ഒരു മാർക്കിംഗ് എവിടെയെങ്കിലും കണ്ടാൽ നമ്മൾ വാഹനത്തിൻ്റെ സ്പീഡ് കുറച്ചേ അവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലാവുള്ളൂ. അതിന് കാരണം അതിൻ്റെ 3 അർത്ഥങ്ങളിൽ ഒന്നാമത്തേത്, അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. നിങ്ങൾ ഈ വര കാണുന്നതിൻ്റെ 50 മീറ്റർ ഫ്രണ്ടിൽ ഒരു ജംഗ്ഷനുണ്ട്. ആ വെള്ളവര മാറ്റി അവിടെ മഞ്ഞവരയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഓർക്കുക, അതൊരു വലിയ ജംഗ്ഷനാണ്, വളരെ ഡിഫിക്കൽട്ടായിട്ട് വാഹനങ്ങൾ പാസ് ചെയ്യുന്ന ജംഗ്ഷൻ. അവിടേക്കാണ് നിങ്ങൾ കടന്നു ചെല്ലുന്നത്. അപ്പം നിങ്ങളെ വന്ന സ്പീഡിൽ പോരുത്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന സമയത്ത് മുമ്പേ ഒരു വാഹനം ക്രോസ് ചെയ്യും. ഇതാണ് നമ്മളോട് പറയുന്നത്, അവിടെ ഒരു ജംഗ്ഷനാണ്. രണ്ടാമത് പറയുന്നത്, അവിടെ ഒരു സ്കൂളുണ്ട്. മൂന്നാമത് പറയുന്നത്, അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്. അത് വളരെ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് ചെയ്യണം. നിങ്ങൾക്കൊരു മുന്നറിയിപ്പാണ് അത്. നിങ്ങൾ വേഗം കുറച്ച് അവിടേക്ക് ചെല്ലണം. അപ്പം നിങ്ങൾക്ക് എന്താണെന്ന് കാണാൻ പറ്റും. മനസ്സിലായി? അവിടെ നിങ്ങൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത് അങ്ങനെ ബിഹേവ് ചെയ്ത് കടന്നു പോവുക.